നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. അത്ഭുതപ്പെട്ടുപോയി ഞാൻ നിന്റെ ഇപ്പോഴത്തെ നിശബ്ദത കണ്ടിട്ട്. നീ എന്നെ നിശബ്ദത കൊണ്ട് തോൽപ്പിക്കുകയാണോ? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനഃപൂർവ്വം ഈ വ്യക്തിയോട് മിണ്ടാതിരിക്കുകയാണെങ്കിലും, ഈ വ്യക്തിയുമായി അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോടാണെങ്കിലും, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അകന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ നിശബ്ദതയും അല്ലെങ്കിൽ നിങ്ങളുടെ അകന്നു പോകുന്ന ഈ ഒരു കാര്യത്തെയും നോക്കിയിട്ട് ഈ വ്യക്തിക്ക് പേടി തോന്നിക്കുന്നുണ്ടോ? ഭയം തോന്നിക്കുന്നുണ്ടോ? ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്, തൻ്റെ സ്വന്തം നിലപാടിൽ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട്, ആത്മവിശ്വാസത്തോടെ, ഇച്ഛാശക്തിയോടെ തൻ്റെ സ്വന്തം തീരുമാനത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രേക്ഷകരായ നിങ്ങളെ തന്നെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ അടിമയല്ല. ഈ വ്യക്തിയുടെ പുറകെ ഇനിയും സ്നേഹത്തിന് വേണ്ടി അലയുവാനും പുറകെ നടന്നുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുവാനും താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയിൽ നിന്നും മാറി തുടങ്ങിയത്, അപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുകളിലേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടതിന് തുല്യമായിട്ടാണ് ഈ വ്യക്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും എവിടെയും മനസ്സ് തുറന്ന് ചിരിക്കുവാനോ സന്തോഷിക്കുവാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലൂടെ രൂപപ്പെടുവാനും നിങ്ങളുമായി തന്നെ പുതിയ തുടക്കം കുറിക്കുവാനും ഇപ്പോൾ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. അതിനർത്ഥം ആദ്യമൊക്കെ അഹങ്കാരമായിരുന്നു, താല്പര്യക്കുറവ് തന്നെയായിരുന്നു. എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുറകെ നടന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ പ്രാധാന്യം ഈ വ്യക്തി ഒരു കാരണവശാലും മനസ്സിലാക്കിയിരുന്നില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ഒരു പരിഹാസ കഥാപാത്രമായി മാറ്റുകയും നിങ്ങൾക്ക് വില തരാതെയുള്ള പ്രവർത്തികളുമെല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ ഈ വ്യക്തി തന്നെ വേണം എന്നായിരുന്നു ആഗ്രഹം. കാരണം നിങ്ങൾക്ക് അത്രമേൽ ജീവനായിരുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഈ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾ കൊതിച്ചിരുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനൊരു സ്നേഹവും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യക്തി ഇല്ലാതിരുന്നത് കൊണ്ടാകാം. ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്താലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ വളരെയധികം ഇഷ്ടമാണ്. ജീവന് തുല്യം ഇഷ്ടമായിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വ്യക്തിയാണെങ്കിൽ താൻ എന്തോ വലിയവനാണെന്നും തനിക്കിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നും ഉള്ളൊരു വ്യാഖ്യാന ഈ വ്യക്തി മാറി മാറി ദൂരേക്ക് അകന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വന്തം നിലപാടിൽ നിൽക്കാൻ, സ്വന്തം ജീവിതം നോക്കുവാൻ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും മറന്നു പോയിരിക്കുന്നു. എന്നാൽ ഇപ്പോഴോ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജീവിതം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാറ്റം കണ്ടിട്ട് സത്യത്തിൽ ഈ വ്യക്തി അത്ഭുതപ്പെട്ടുപോയിരിക്കുന്നു. അത്ഭുതം ഈ വ്യക്തിയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങളിലെ വളരെ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഈ വ്യക്തി വിചാരിച്ചിരുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. അത് മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ടും
കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കാം. പക്ഷേ നിങ്ങളെയും കൂടി സ്വീകരിക്കാത്തത് കൊണ്ടായിരിക്കണം ഈ വ്യക്തിക്ക് അതും പോസിബിളായി വരുന്നില്ല. ഇത് നിങ്ങളുടെ ശാപമോ ദുഃഖമോ കണ്ണുനീരോ ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിനും ഒന്നിനും അങ്ങോട്ട് സ്വസ്ഥതയും അതുപോലെ തന്നെ സംതൃപ്തിയും ലഭിക്കാത്ത ഒരവസ്ഥ കാണിക്കുന്നു. ഈ വ്യക്തി പല രീതിയിലും ഒരു സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ വരാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിനൊന്നും കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. കാട്ടിലെ സിംഹം പോലെയായിരുന്നു ഈ വ്യക്തിയുടെ മനസ്സ്. ഞാൻ എന്തോ വലിയ വ്യക്തിയാണെന്നും ഞാൻ തീരുമാനിക്കുന്നതേ നടക്കുകയുള്ളൂ എന്നും ഞാൻ ആരുടെയും പുറകെ പോകില്ല എന്നുമുള്ള ഒരു അമിതമായിട്ടുള്ള അഹങ്കാരം അത് ഈ വ്യക്തിയെ ആപത്തിലേക്ക് തന്നെ നയിച്ചു. ഇപ്പോൾ ധാരാളം അനുഗ്രഹങ്ങളും സമാധാനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തെ ദൂരെ നിന്നുകൊണ്ട് അതിശയകരമായി അത്ഭുതപ്പെട്ട് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നിങ്ങളുടെ ഈ മനക്കട്ടി ഈ വ്യക്തി സമ്മതിക്കുന്നു. കാരണം ഈ വ്യക്തിക്ക് മനസ്സിലായി ഇനി നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ ഇതൊരിക്കലും അഹങ്കാരമല്ല. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോടും ആത്മാവിനോടും ചെയ്യുന്ന നീതി മാത്രമാണ്. ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. കാരണം യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് തന്നെയായിരുന്നു എന്നുള്ളത്. ഈ വ്യക്തിയുടെ ചുറ്റിനും ഒരുപാട് സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ കവിഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ സ്നേഹത്തിലേക്ക് നോക്കാനൊന്നും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. മറ്റുള്ളവരെ നിങ്ങളുടെ സ്ഥാനത്ത് കാണുവാൻ പോലും ഈ വ്യക്തിയെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഈ വ്യക്തി പരിപൂർണമായി പരാജയപ്പെട്ടു പോകുന്നതായിരിക്കും. ജീവിതത്തിൽ ഒരു സംതൃപ്തിയുമില്ലാതെ മുന്നോട്ട് നയിച്ചു പോകേണ്ടതായിരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ആദ്യമെല്ലാം ഈ വ്യക്തി വിചാരിച്ചിരുന്നത് നിങ്ങളില്ലെങ്കിലും ഈ വ്യക്തി വളരെ സന്തുഷ്ട കുടുംബത്തോടു കൂടി മുന്നോട്ട് പോകും എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഈ വ്യക്തിക്ക് തെറ്റി. ഇപ്പോൾ സമയം നല്ല രീതിയിൽ നേരെ ആയിരിക്കുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയാണ്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുമായി ഒരു വാക്കെങ്കിലും സംസാരിക്കണം എന്നുള്ളൊരു ചിന്തയിൽ. അതിനാൽ ഈ വ്യക്തി പല കാര്യങ്ങളിലും തന്ത്രപ്പാടെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പാടുകൾ നയിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങളെ കാണുവാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. സാഹചര്യങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ വിജയമാണ്. ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ ജീവിതത്തിൽ അസുലഭ മുഹൂർത്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. പുതിയ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ ഈ വ്യക്തിയേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ പുറകെ നടക്കുകയോ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വലിയ കല്യാണാലോചനകളോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ വ്യക്തി അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. നിങ്ങളുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വിശദാംശങ്ങൾ ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്നുള്ള മട്ടിലായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഇപ്പോഴോ ഈ വ്യക്തിക്ക് അറിയണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം നല്ല രീതിയിലുള്ള പൊസസീവ്നെസ് ആണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൊസസീവ്നെസ് എന്ന് പറയുന്നത് നിങ്ങളെ മറ്റാരും സ്വന്തമാക്കാൻ പാടില്ല, മറ്റാരും നോക്കാൻ പാടില്ല, മോഹിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള രീതികൾ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഉറപ്പായും തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ട വെറും ജഡമായി ആണ് ഈ വ്യക്തി അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെ ആയാലും ഈ വ്യക്തിയുടെ മനസ്സിലെ ആ ഒരു കരിങ്കല്ല് പോലെയുള്ള ഹൃദയം അലിഞ്ഞലിഞ്ഞ് സാധാരണ ഒരു മണ്ണുകട്ടയായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ഈ നിശബ്ദത അത് ഈ വ്യക്തിയെ ഓരോ നിമിഷവും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. എന്തു തന്നെ ആയാലും നിങ്ങൾ ഒരു ഹിമാലയ പർവ്വതം പോലെയാണ്. സ്വന്തം ന്യായീകരണം അല്ലെങ്കിൽ സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സത്യത്തിൽ ഇത്രയും വലിയൊരു ധീരയായ പുരുഷനോ സ്ത്രീയോ ആക്കി നിങ്ങളെ മാറ്റിയത് ഈ വ്യക്തി തന്നെയാണ്. കാരണം ഈ വ്യക്തിയുടെ ഇത്രയും പിടിവാശിയും അതുപോലെ അഹങ്കാരവും
കൊണ്ട് മാത്രമാണ് നിങ്ങളും ഇത്രയും ദൃഢത നിറഞ്ഞ വ്യക്തികളായി തീർന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ സ്വന്തമായ ഒരു നിലപാടുണ്ട്, അഭിപ്രായമുണ്ട്. പക്ഷേ ഈ വ്യക്തിയാണ് നിങ്ങളെ ഇങ്ങനെയെല്ലാം മാറ്റിമറിച്ചത്. അതുകൊണ്ട് വളരെ ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു നിശബ്ദത കണ്ടിട്ട് ഈ വ്യക്തി അത്ഭുതപ്പെട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഇത് വിട്ടുകളയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതവുമായി നിങ്ങൾ സന്തോഷമായി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട സ്നേഹവുമായി, സ്നേഹത്തിന്റെ പാനപാത്രം തുളുമ്പിപ്പോകാതെ മറ്റാർക്കും കൊടുക്കാതെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇന്നത്തെ വായന. വളരെ സന്തോഷകരമായ ഒരു വായനയായി തോന്നി. ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ആത്മീയ ഉണർവ് ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലൂടെ ഒരുപാട് അറിവുകൾ ഈ വ്യക്തിക്ക് ലഭിക്കട്ടെ, തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ, ക്ഷമിക്കാനും പൊറുക്കാനും നിങ്ങൾക്കിടയിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.